പോസിബിലിറ്റിയെ അങ്ങേ അറ്റത്ത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാന്നുള്ള സാധ്യതയെ ഉപയോഗപ്പെടുത്താനുള്ളതിന്റെ മാക്സിമം ശ്രമമാണ് നമ്മൾ ഈ ട്രോംസോ പിക്ക് ചെയ്യുന്നതിലൂടെ ഈ ഒരു ട്രിപ്പിൽ കൊടുത്തിരിക്കുന്നത്. സാർ, അതുപോലെ നോർത്തേൺ ലൈറ്റ്സ് കാണാൻ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ചൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ട്രോംസോയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നൈറ്റ് സ്റ്റേ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എർത്ത് മാഗ്നറ്റിക് നോർത്ത് പോൾ, ഇറ്റ്സ് കോൾഡ് ആസ് ഒറോറ ഓവൽ എന്ന് പറയും. അപ്പൊ അതിന്റെ ഏറ്റവും തൊട്ട് താഴെ കിടക്കുന്ന സിറ്റിയാണ് അല്ലെങ്കിൽ പ്ലേസ് ആണ് ഈ ട്രോംസോ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് മോസ്റ്റ് വിസിബിലിറ്റി നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത്. വിന്റർ ടൈമിൽ ഡാർക്ക്നെസ് ഏറ്റവും കൂടുതലുള്ള ഒരു പ്ലേസും കൂടിയാണ് ട്രോംസോ. ബാക്കിയുള്ള ചില സ്ഥലങ്ങൾ നമ്മൾ ഒന്നിനെയും കുറച്ച് കാണുന്നില്ല. ചില സ്ഥലങ്ങളിൽ നമ്മൾക്ക് ഒരുപാട് ദൂരം ഇത് ചേസ് ചെയ്തിട്ട് യാത്ര ചെയ്യേണ്ടി വരും. ഇവിടെ നമ്മൾക്ക് മാക്സിമം ഒരു 30 minutes to 1 hour അല്ലെങ്കിൽ 1.5 hour ഒക്കെ മാക്സിമം നമ്മൾ ഒരു ഐലൻഡിൽ ട്രോംസോ സിറ്റിയിൽ നിന്നും ഒരു ഐലൻഡിലേക്ക് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണാനുള്ള ഒരു സാധ്യതകൾ വീണ്ടും കൂടുന്നു എന്നുള്ളതാണ്. സ്കൈ ഒക്കെ ക്ലിയർ ആയിരിക്കണം, നല്ല ഡാർക്ക്നെസ് വേണം, അങ്ങനെ പല കാര്യങ്ങളും കൂടെ ഒത്തുവന്നാൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ട്രോംസോയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് തന്നെ നോർവേ തന്നെ അത്രയും ഹൈറ്റിലുള്ള ഒരു രാജ്യമാണ്. അപ്പൊ ആ രാജ്യത്തിൽ നിന്ന് വീണ്ടും ഇന്റേണൽ ഫ്ലൈറ്റ് എടുത്ത് 2.5 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടെ എത്തുന്നത്. അപ്പം ജസ്റ്റ് ഇമാജിൻ നമ്മൾ എവിടെയാണ് എത്തുന്നത് എന്നുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ ട്രോംസോയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ വെറുതെ ഒരു നൈറ്റ് അവിടെ പോയിട്ട് തിരിച്ചു വരികയല്ല. വൺ ഓഫ് ദ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലേസ് ആണ്. അവിടെ 3 നൈറ്റ് തന്നെ താമസം കൊടുത്തുകൊണ്ട് ആ രീതിയിൽ തന്നെ വൈകിട്ട് 6 to 12 o'clock ഈ ചേസിങ്ങിന് വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ട് മോർണിംഗ് സമയത്ത് നമ്മൾക്ക് നോർമൽ അവിടെയുള്ള സാധാരണ സൈറ്റ് സീയിങ് സ്പോട്ടുകളൊക്കെ വെച്ചുകൊണ്ട് ആ ട്രിപ്പിനെ ഏറ്റവും ഭംഗിയുള്ളതാക്കിയിരിക്കുന്നു എന്നുള്ളത്. 4ാമത്തെ ദിവസമാണ് നമ്മൾ ട്രോംസോന്ന് തിരിച്ച് ഓസ്ലോയിലേക്ക് വരുന്നത്. 2 ഇന്റേണൽ ഫ്ലൈറ്റ് ആണ് ഇവിടെ എത്താൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. സോ അതാണ് അതിന്റെ ഒരു ബേസിക് റീസൺ. സോ നമ്മൾ കൊണ്ടുപോകുന്ന പാസഞ്ചറിന് അനുഭവവേദ്യമാകണം. അതിലുപരിയായിട്ട് ആ നോർത്തേൺ ലൈറ്റ് ചേസിങ്ങിന്റെ കൂടെ തന്നെ ലോകത്തെ മനോഹരമായ ഒരു പ്ലേസ് എന്നുള്ള രീതിയിൽ ട്രോംസോ ഫുള്ളായിട്ട് എൻജോയ് ചെയ്ത് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത്.